പോയിന്റ്. ഫെഡറർ, നദാൽ, ദ്യോക്കോവിച്ച് എന്നീ 3 പേരുടെ ആധിപത്യകാലം കഴിഞ്ഞു. ടെന്നീസിൽ ചെറുപ്പക്കാരുടെ പുതിയ തലമുറ ഉയരത്തിലെത്തുകയാണ്. അത്തരം കളിക്കാരിൽ 1-ാം റാങ്കുള്ള ഇറ്റാലിയൻ കളിക്കാരൻ യാനിക് സിന്നറെ കഴിഞ്ഞ സില്ലി പോയിന്റിൽ നമ്മൾ പരിചയപ്പെട്ടു. ഇനി 2, 3, 4, 5 റാങ്കുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. 2-ാം സ്ഥാനത്ത് ജർമ്മൻ പൗരത്വമുള്ള റഷ്യൻ വംശജൻ അലക്സാണ്ടർ സ്വരേവ് ആണ്. 3-ാം സ്ഥാനത്ത് സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസ്. 4-ാം സ്ഥാനത്ത് അമേരിക്കയുടെ ട്രെയ്ലർ ഫ്രിറ്റ്സ്. 5-ാം സ്ഥാനത്ത് റഷ്യയുടെ ഡാനിയൽ മെഡ്വഡേവും. ഇക്കൂട്ടത്തിൽ ഏറ്റവും ശോഭനമായ ഭാവിയുള്ള കളിക്കാരൻ 2-ാം സ്ഥാനത്തുള്ള ആളല്ല, മറിച്ച് 3-ാം സ്ഥാനത്തുള്ള കാർലോസ് അൽക്കാരസ് തന്നെ. കാരണം അൽക്കാരസിന് പ്രായം വെറും 21 എന്നാൽ 3-ാം സ്ഥാനത്തുള്ള അലക്സാണ്ടർ സ്വരേവിന് പ്രായം 27 കഴിഞ്ഞ് 28ലേക്ക് എത്തുന്നു. ഫ്രിറ്റ്സിനും ഏകദേശം അതേ പ്രായം തന്നെ. മെഡ്വഡേവിന് 28 കഴിഞ്ഞ് 29 ആകുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അൽക്കാരസിനെയാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. 21 വയസ്സ് മാത്രമുള്ള അൽക്കാരസിന് ഇനിയും ഏറ്റവും മികച്ച ഫോമിലെത്താൻ 4-5 കൊല്ലങ്ങൾ കൂടി ബാക്കിയുണ്ട്. കാരണം 25-26 വയസ്സിലാണ് ടെന്നീസ് കളിക്കാർ അവരുടെ കരുത്തിലെ ഏറ്റവും ഉയരത്തിലെത്തുക. 25-26 മുതൽ 30-32 വരെ ആ നിലയിൽ അവർക്ക് തുടരാൻ കഴിയും. അതായത് ഇപ്പോൾ 27-28 വയസ്സുള്ള കളിക്കാർക്ക് ഇനി 3-4 കൊല്ലമേ തങ്ങളുടെ മികച്ച ഫോം നിലവാരത്തിൽ കളിക്കാൻ കഴിയൂ. പ്രായം കൊണ്ട് അൽക്കാരസിന് തന്റെ ഏറ്റവും മികച്ച ഫോമിലെത്താൻ ഇനിയും കുറച്ചു വർഷങ്ങൾ കാത്തിരിക്കണം. എന്നിട്ടും 2022 അതായത് അൽക്കാരസിന്റെ 19-ാം വയസ്സിൽ അൽക്കാരസ് കുറച്ചു നാളേക്ക് ലോക 1-ാം നമ്പർ പോലും ആയി. ഇതിനകം 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും അൽക്കാരസ് നേടിയിട്ടുണ്ട്. 2022 US ഓപ്പൺ കിരീടം, 23-24 വർഷങ്ങളിലെ വിംബിൾഡൺ കിരീടങ്ങൾ, 2024 ഫ്രഞ്ച് ഓപ്പൺ കിരീടം. ഇന്ന് ലോക 1-ാം നമ്പർ താരമായ യാനിക് സിന്നറെ അൽക്കാരസ് 10 മത്സരങ്ങളിൽ നേരിട്ടു. അതിൽ 6 തവണയും അൽക്കാരസ് ആണ് ജയിച്ചത്. അൽക്കാരസിന്റെ കളിയുടെ ശൈലി ബേസ് ലൈൻ ശൈലി തന്നെയാണ്. ബേസ് ലൈനിൽ വെച്ച് ആക്രമിക്കുന്ന കാര്യത്തിൽ യാനിക് സിന്നറും അൽക്കാരസും ഒരുപോലെ തന്നെ. വർണ്ണിക്കാൻ കഴിയാത്ത കരുത്താണ് അൽക്കാരസിന്റെ ഫോർഹാൻഡ് ഷോട്ടുകൾക്ക്. പഴയ വിംബിൾഡൺ ചാമ്പ്യൻ മാറ്റ്സ് വിലാൻഡർ പറയുന്നത് അൽക്കാരസിന്റെ ഫോർഹാൻഡ് ഷോട്ടുകളാണ് ടെന്നീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫോർഹാൻഡ് ഷോട്ടുകൾ എന്നാണ്. അടിസ്ഥാനപരമായി ബേസ് ലൈൻ ഗെയിം ആണെങ്കിലും നെറ്റിനടുത്തേക്ക് ഓടി വന്ന് എതിരാളിയുടെ റിട്ടേണുകളെ തകർക്കാൻ അൽക്കാരസിന് നല്ല കഴിവുണ്ട്. നെറ്റിനടുത്തേക്ക് ഓടി വന്ന് മനോഹരമായി പന്ത് എതിരാളിയെ കബളിപ്പിച്ച് പ്ലേസ് ചെയ്യാനും അൽക്കാരസിന് നല്ല കഴിവുണ്ട്. ടെന്നീസ് പണ്ഡിതർ പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന നാളുകളിൽ മെഡ്വഡേവ്, സ്വരേവ്, ഫ്രിറ്റ്സ് എന്നിവർ പതുക്കെ മങ്ങുകയും മത്സരങ്ങളിൽ യാനിക് സിന്നർ, അൽക്കാരസ് നേരംഗം കനക്കുകയും ചെയ്യും എന്നാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു 21-കാരൻ കൂടിയുണ്ട്, ഡെൻമാർക്കിന്റെ ഹോൾഗർ റൂൺ. 2021 ഓഗസ്റ്റിൽ ഹോൾഗർ റൂണിന്റെ ലോക റാങ്കിംഗ് 4 ആയിരുന്നു. 2022-ലും 23-ലും ഹോൾഗർ റൂൺ ഫ്രഞ്ച് ഓപ്പണിലും 2023-ൽ വിംബിൾഡണിലും ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. 2022-ലെ ബവേറിയൻ ഇന്റർനാഷണൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഹോൾഗർ റൂൺ ആയിരുന്നു. 2022-ൽ ചാമ്പ്യൻഷിപ്പിന് കളിക്കാൻ ഇറങ്ങുമ്പോൾ റൂണിന് സീഡൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷയുണർത്തുന്ന യുവ കളിക്കാരൻ എന്ന നിലയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയി അയാളെ തെരഞ്ഞെടുത്തു. 1-ാം സീഡ് അലക്സാണ്ടർ സ്വരേവ് ആയിരുന്നു. പക്ഷേ സ്വരേവ് അടക്കമുള്ള എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് വൈൽഡ് കാർഡ് എൻട്രി ആയ റൂൺ അവിടെ ചാമ്പ്യനായി. 2022-ലെ സ്റ്റോക്ക്ഹോം ഓപ്പൺ ടെന്നീസിലും ഹോൾഗർ റൂൺ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഫൈനലിൽ ഗ്രീസിന്റെ പ്രശസ്ത താരം സ്റ്റെഫാനോസ് സിസിപ്പാസിനെ നേരിട്ടുള്ള സെറ്റിന് തോൽപ്പിച്ചാണ് റൂൺ ചാമ്പ്യനായത്. ഈ 21-കാരനെ പോലും അട്ടിമറിക്കാൻ കഴിവുള്ള ചില ജൂനിയർ താരങ്ങൾ വേറെയുമുണ്ട്. നോർവേയുടെ നിക്കോളായ് ക്യാർ, അമേരിക്കയുടെ കൈലൻ ബിഗൻ, സ്പെയിനിന്റെ റാഫേൽ ജോർഡൻ എന്നിവർ. പക്ഷേ ഈ ലിസ്റ്റിൽ ഒന്നുമില്ലാത്ത ഒരു കുട്ടി ഭാവി താരമാവാനും സാധ്യതയുണ്ട്. അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ അവനെ അറിഞ്ഞു തുടങ്ങും.